ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞങ്ങൾ താമസിക്കുന്നതിന് തൊട്ടടുത്തുള്ള ഒരു ക്ഷേത്രമാണ്. ഇവിടെ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും മാത്രമേ നട തുറക്കത്തുള്ളൂ. പിന്നെ അല്ലാതെ എന്തെങ്കിലും പ്രത്യേക വിശേഷ ദിവസങ്ങളുണ്ടെങ്കിലും ഇവിടെ നട തുറക്കും. ഭയങ്കര ശക്തിയേറിയ ഒരു ദേവിയാണ് ഇവിടെ ഉള്ളത്. സ്വയംഭൂവാണ്, തനിയെ സ്വയംഭൂവായിട്ടിരിക്കുന്ന ദേവിയാണുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ക്ഷേത്രവും കാര്യങ്ങളൊക്കെ വന്നത്. വിളിച്ചാൽ വെളിപ്പുറത്താണ്. കാരണം നമ്മൾ എന്തെങ്കിലും, ഞാനിവിടെ പൂജയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ കാര്യങ്ങൾ, അതായത് ഓരോ വ്യക്തികളുടെ കാര്യങ്ങൾ ഇങ്ങനെ അവിടെ ഇവിടുത്തെ പൂജാരി ഇങ്ങനെ പറയുമ്പോൾ തന്നെ ദേവിയുടെ ആ സ്വയംഭൂവായിരിക്കുന്ന ആ വിഗ്രഹത്തിൽ നിന്ന്, സ്വയംഭൂവായിട്ടിരിക്കുന്നതിൽ നിന്ന് പൂവിങ്ങനെ എന്ത് ചെയ്യും, തട്ടി വീഴും. ഓരോരുത്തരുടെ കാര്യം പറയുമ്പോഴും പൂവ് ഇങ്ങനെ തട്ടി തട്ടി അതിൽ നിന്ന് വീഴുന്ന, അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഭയങ്കര ശക്തിയാണ്. പിന്നെ ഇവിടെ ഉള്ളത് കറുപ്പയ്യ മാടസ്വാമി, കറുപ്പയ്യ എന്ന് പറയുന്ന സ്വാമിയാണ് ഇവിടെ ഇരിക്കുന്നത്. പുറത്താണ് ഇരിക്കുന്നത്. പിന്നെ ഇവിടെ ഓരോരുത്തർ വരും. അവരവർ വന്ന് തനിയെ വന്ന് ചന്ദനത്തിരി കത്തിക്കുകയും വിളക്ക് കത്തിക്കുകയും ഒക്കെ ചെയ്തിട്ട് അവരവർ പ്രാർത്ഥിച്ചിട്ട് പോകും. പിന്നെ ചൊവ്വ ദിവസങ്ങളിലാണ് പൂജയും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ എനിക്ക് എവിടേക്കിന്ന് പോകണം എന്ന് വിചാരിച്ചപ്പോഴാണ് എനിക്ക് ഇങ്ങോട്ടേക്ക് വരണമെന്നുള്ളൊരു പ്രേരണ മനസ്സിൽ വന്നു. അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളും ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ കാണുമ്പോൾ വളരെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പോസിറ്റീവാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ പ്രാർത്ഥനയോടെ നിങ്ങൾ കാണുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിനും സമാധാനവും സന്തോഷവും എല്ലാം ലഭിക്കും. കണ്ണൻ എന്താ പറയാനുള്ള ഇവിടുത്തെ കുറിച്ച്? ശാന്തി, സമാധാനം, ഭയങ്കര പോസിറ്റീവാണ്, ഭയങ്കര ശക്തിയാണ്. അതേപോലെ തന്നെ ഇവിടെ ഒരു ആല് നിൽപ്പുണ്ട്. ഭയങ്കര വലിയൊരു ആലാണ്. അവിടെ ഗണപതി ഭഗവാന് അവിടെ പ്രതിഷ്ഠയുണ്ട്. ആദ്യം നമ്മൾ അവിടെ കത്തിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വരിക. പിന്നെ ഇതെല്ലാം മുനിസ്വാമിയുണ്ട്, കറുപ്പയ്യ മുനിസ്വാമി എല്ലാം ഇവിടെ ഉണ്ട്. വളരെ പോസിറ്റീവാണ് ഇവിടെ. ഇങ്ങനെ തനിയേ ഇങ്ങനെ ഇരിക്കുന്നതാണ്. വളരെ നിശബ്ദമാണ് ഇവിടെ. ഒരു സൈലൻ്റ് ഏരിയ. വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ആളാണ്. വളരെ സൈലൻ്റാണ്. എപ്പോഴും ഇവിടെ മയിലൊക്കെ വരാം. എപ്പോഴും ഇവിടെ കാണാം മയിൽ. ഒരുപാട് പക്ഷി മൃഗാദികളെല്ലാം കാണാം. വളരെ സൈലൻ്റാണ്. ഒരു ശബ്ദമോ ഒന്നുമില്ല. വളരെ ശാന്തമായിട്ട് ഉള്ള ഒരു സ്ഥലമാണ്. ഇറങ്ങി വരണം, അങ്ങനെ ഉള്ളിലോട്ടാണ് ഗണപതി ഭഗവാൻ. ആലിൻ്റെ താഴെ തന്നെയാണ് ഗണപതിയുടെ പ്രതിഷ്ഠയുള്ളത്. ഇവിടെയുള്ള ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് ഏറ്റവും കൂടുതൽ ദൈവത്തിനാണ് എന്ത് ചെയ്യുന്നത്, മുൻതൂക്കം കൊടുക്കുന്നത്. എപ്പോഴും അവർ എണ്ണയും തിരിയും ഒക്കെ ആയിട്ട് വരും. നാളികേരത്തിനകത്ത് വിളക്ക് കത്തിക്കും, കുമ്പളങ്ങയിൽ എണ്ണ ഒഴിച്ച് വിളക്ക് കത്തിക്കും. അങ്ങനെ ഒരുപാട് അവർക്ക് അവരുടെ ഇഷ്ടമുള്ളതുപോലെ എല്ലാവരും ദൈവത്തിന് എന്ത് ചെയ്യും, വിളക്കും കാര്യങ്ങളൊക്കെ കത്തി. ഞാനിപ്പം ഒരു ചന്ദനത്തിരി മേടിച്ചുകൊണ്ട് വന്ന് ഞാനും കത്തിച്ച് പ്രാർത്ഥിച്ച് വളരെ പോസിറ്റീവായി. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് പോലെ വന്നപ്പോഴാണ് ഞാനിങ്ങോട്ടേക്ക് വരണമെന്ന് തോന്നി വന്നു. അപ്പോൾ എനിക്ക് ചന്ദനത്തിരിയും കർപ്പൂരവും ഒക്കെ കത്തിച്ചപ്പം എനിക്കൊരു പോസിറ്റീവ് എനർജി എന്ത് ചെയ്തു, എനിക്കും കിട്ടി. ചെറിയൊരു പനിയുടെ ഒരു ബുദ്ധിമുട്ട് പോലെ ഉണ്ടായിരുന്നു രാവിലെ തൊട്ട്. ഭയങ്കര ടയേർഡായി, എനിക്ക് നിൽക്കാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ പനിയുടെയാണെന്ന് തോന്നുന്നു, കാലാവസ്ഥയുടെ. അപ്പം ഞാനിവിടെ വന്ന് ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചപ്പം എനിക്ക് ചെറുതായിട്ട് വ്യത്യാസം. അങ്ങനെയായിരുന്നു. ഞാൻ ടയേർഡായിപ്പോയില്ലേ, നിൽക്കാനൊന്നും പറ്റാണ്ടായിപ്പോയി. പെട്ടെന്നാണ് പനി. ഈ മണ്ണിൽ ചവിട്ടുമ്പോൾ വളരെ പോസിറ്റീവാണ്. ഇവിടുത്തെ മണ്ണിന് പോലും കണ്ടില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല വീഡിയോയിൽ. വളരെ ശാന്തമാണ്, വളരെ ശാന്തമായിട്ടാണ്. ഭദ്രകാളിയാണ് കേട്ടോ, ഇവിടുത്തെ അമ്മ ഭദ്രകാളിയാണ്. പറയാൻ ഞാൻ മറന്നുപോയി. ഭദ്രകാളിയാണ്, സ്വയംഭൂവാണ്. കാടായിരുന്നു ഇത്, കാട്ടിലിരുന്ന അമ്മയാണ്. കണ്ടില്ലേ കിളിയുടെ ഒക്കെ ശബ്ദം കേട്ടോ. ഈ ആടുമാടുകളെ കൊണ്ടുപോണ ആളുകൾ കണ്ടെത്തിയതാണ്. അവരാണ് ഈ സ്വയംഭൂ കല്ല് കണ്ടെത്തിയത്. അങ്ങനെ അമ്മയെ പ്രതിഷ്ഠിച്ച് ഇവിടെ ഇരുത്തി പൂജയും കാര്യങ്ങളെല്ലാം ചെയ്യണേ. എല്ലാവരും വരും. എല്ലാ ജാതി മത ഭേദമില്ല, ഇവിടെ എല്ലാവർക്കും വരാം. സമാധാനം, സന്തോഷമാണ്, വളരെ ശാന്തത. ചൊവ്വ വെള്ളിയാണ് പ്രാധാന്യം. പിന്നെ നമുക്ക്
ഇപ്പോൾ അമ്മക്ക് പൂജ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ട്രസ്റ്റിനെ വിളിച്ച് കഴിഞ്ഞാൽ വഴി ശാന്തി ഉണ്ട്, പൂജാരി ഉണ്ട്, അത് വെച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. എന്ത് പറഞ്ഞാലും നടക്കും. പിന്നെ ഇവിടെയുള്ള ആളുകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ആളുകൾ ദക്ഷിണ അങ്ങനൊന്നും പ്രതീക്ഷിച്ചിട്ടുള്ള ആളുകളല്ല കേട്ടോ. നമ്മുടെ കേരളത്തില് ഇപ്പൊ 10 രൂപ കൊടുത്താല് ചന്ദനവും പൂവൊക്കെ തരുമെങ്കിൽ ഇവിടെ അങ്ങനൊന്നുമില്ല. ഇവിടെ ഇവിടെ ആര് വന്നാലും അവര് സ്വീകരിക്കും. അവരെ നമ്മൾ വളരെയധികം നമ്മൾ വന്നു കഴിഞ്ഞാൽ പരിചയമില്ലെങ്കിൽ പോലും നമ്മളെ അവര് വളരെയധികം തക്കാളി സാദം, തൈര് സാദം, പിന്നെ ചോറ്, അങ്ങനെയുള്ള അന്നദാനങ്ങളാണ് ഇവിടെ മെയിനായിട്ട് കൊടുക്കുന്നത്. ആര് വന്നാലും അവർ ഓരോരുത്തർ ചെയ്യുന്നത് പങ്ക് മറ്റുള്ളവർക്കും കൊടുക്കുക. ഇവിടെ പണം കൊടുക്കണോ മറ്റുള്ളതൊന്നും കൊടുക്കണോ എന്നുള്ള ഇതില്ല. പൂജ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക, അന്നദാനം. നമുക്ക് എന്താണ് ഇഷ്ടം? ഇവിടെ ഏറ്റവും ഭദ്രകാളിയാണെങ്കിൽ ഇവിടെ ഏറ്റവും ഇലിമ്പിച്ചി പഴം, അതായത് ചെറുനാരങ്ങയ്ക്ക് ഇവിടെ ഇലിമ്പിച്ചി പഴം എന്നാണ് പറയുന്നത്. അത് ഇവിടെ ഭയങ്കര പ്രധാനമാണ്. പിന്നെ കർപ്പൂരം, പൂവ്, ഇതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനം. നമ്മളൊരു ഇലിമ്പിച്ചി പഴം കൊണ്ട് കൊടുത്താലും അത് സന്തോഷമാണ്. നമുക്ക് കൊടുത്തേക്കുമ്പോൾ അത് നമുക്ക് നമ്മൾ കൊണ്ട് കൊടുത്ത് അത് നമുക്ക് തന്നെ അവരെന്ത് ചെയ്യും, പ്രാർത്ഥിച്ചിട്ട് നമുക്ക് തരും. അല്ലെങ്കിൽ അവിടെ വെക്കണേ അവിടെ വെക്കും. നമ്മൾ ചോദിച്ചാൽ നമുക്ക് തിരിച്ചു തരും. വിളിച്ചാൽ വെളിപ്പുറത്താണ് അമ്മ. അധികം ആർക്കും അറിയില്ല ഈ സ്പേസ്. എനിക്ക് എന്താണെന്നറിയോ, ഒരു ഉഷാറില്ലാത്ത എനിക്ക് രാവിലെ പെട്ടെന്ന് എനിക്കൊരു ക്ഷീണവും ടയേർഡും പോലെ വന്ന് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് ഞാൻ പെട്ടെന്ന് കടന്നുപോയി. അങ്ങനെയായി എന്നുവെച്ചാൽ എനിക്ക് ഉള്ളിൽ പനിയുണ്ട്, പുറത്തേക്ക് പനി കാണിക്കുന്നില്ല, പക്ഷെ അതെന്നെ വല്ലാതെ തളർത്തി കളഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് നേരം അങ്ങനെ കിടന്നു. കണ്ണൻ എനിക്ക് എന്ത് ചെയ്തു, നാരങ്ങ വെള്ളവും ഒക്കെ എനിക്ക് തന്നു. പിന്നെ ഡോളോയൊക്കെ കഴിച്ച് കുറച്ച് എന്ത് ചെയ്ത് ഇവിടെ വന്ന് തൊഴുവും കൂടെ ചെയ്തപ്പോൾ നല്ല ഉഷാറ്. അത്രയും വലിയ പ്രതിസന്ധികൾ നടന്ന സമയത്ത് എനിക്ക് ഒരു കുഴപ്പമില്ലാതെ ഞാനതെല്ലാം മാനേജ് ചെയ്ത്. ഇന്ന് എനിക്കൊരു ചെറിയ ക്ഷീണം വന്നപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്കതിനെ എന്ത് ചെയ്യാൻ പറ്റുന്നു, ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. വയ്യാതായിപ്പോയി ഞാൻ. അതാണ് മനുഷ്യൻ്റെ അവസ്ഥ, അങ്ങനെയാണ്. അപ്പം ഞാൻ വിചാരിക്കും അന്ന് എനിക്ക് എന്തെല്ലാം പ്രശ്നം തന്നപ്പോൾ അതെല്ലാം ഞാൻ മാനേജ് ചെയ്തു. കണ്ണൻ, ഞങ്ങളെ വണ്ടി, ഞങ്ങളെ ഫുഡ്, ഇതെല്ലാം ഞാൻ മാനേജ് ചെയ്തുകൊണ്ടായിരുന്നു. ഒരു പ്രശ്നവും ഇല്ലാതെ. കണ്ണനെന്ന് ഞാൻ ടെൻഷനേ അറിയിച്ചില്ല, ഒരു കൂസലും ഇല്ലാതെ ഞാൻ നടന്നു. ഒരു പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഇപ്പം എനിക്ക് ചെറിയ പനി വന്നപ്പോൾ ഭയങ്കര ടയേർഡായി. പോവാം നമുക്ക് കണ്ണ. ശരി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ഇതെന്താ, നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഒന്നും ഇല്ലായിരിക്കാം, പക്ഷേ നിങ്ങളിത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു പോസിറ്റീവാണ്. ഇതൊരു പോസിറ്റീവുള്ള സ്ഥലത്ത് എടുക്കുന്ന വീഡിയോ ആണ്. ഇവിടെ ഒരു വളരെ ശക്തിയേറിയ ഒരു അമ്മ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, കുടിയിരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്കും അതിൻ്റേതായ ഫീലിങ്സ് സംഭവിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് സന്തോഷം കിട്ടട്ടെ, നിങ്ങൾക്ക് അതിൻ്റെ കുളിർമ കിട്ടട്ടെ മനസ്സിനും. നിങ്ങൾ ചിലപ്പോൾ ടെൻഷൻ അടിച്ചിട്ടിരിക്കുമ്പോഴാണ് ഈ വീഡിയോ കാണുന്നെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ സന്തോഷം കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പം കേരളത്തിൽ തന്നെ അച്ഛനമ്മമാരെയൊക്കെ കൊന്ന് മക്കൾ ജയിലിലേക്കൊക്കെ പോകണേന്ന്. ബ്ലാക്ക് മാജിക്കൊക്കെ പഠിച്ച് സ്വന്തം അച്ഛനെ തന്നെ വെട്ടിക്കൊന്നു, അങ്ങനെയുള്ള പരിപാടികൾ. അപ്പം പിന്നെ ചിന്ന കുട്ടികളെയൊക്കെ കൊല്ലൽ, അതൊക്കെ. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക. എല്ലാവരും പ്രാർത്ഥിക്കുക. കേരളത്തിലുള്ള ആളുകൾ മെയിനായിട്ട് പ്രാർത്ഥിക്കുക, ദുഷ്ട മനസ്സിനെ കളയുക, നന്നായി പ്രാർത്ഥിക്കുക, സമാധാനത്തിൻ്റെ ജീവിതം വരാൻ. അല്ലെങ്കിൽ ഡെവിള് വന്ന് കയറും, പിശാശി വന്ന് കയറും. ഒത്തിരി സമയം ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ വീഡിയോ കട്ട് ചെയ്തിട്ട് പോവുകയാണ്. നേരം സന്ധ്യയായി തുടങ്ങി. അപ്പോൾ അധികം നേരം നമ്മൾ നിൽക്കാൻ പാടില്ല. കാരണം ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ അങ്ങനെ അധികം നേരം നിൽക്കരുത്. നമ്മൾ വന്നു, നമ്മുടെ കാര്യം കഴിഞ്ഞ് നമ്മൾ അപ്പോഴേ പോകണം. നമുക്ക് പോകാനുള്ള ഇൻഫർമേഷൻ കിട്ടി പിന്നെ ഇവിടെ നിൽക്കരുത്. ഓക്കെ, നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രെയർ ചെയ്യാം. ശരി. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ശരി.